എൻ്റെ അളിയനാ കറുത്ത കറണ്ട് വയ്ക്കുന്നത്, എൻ്റെ ഉപ്പാപ്പനാ കറുത്ത കോഴിയെ വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 80 പേര് ഒരാളുടെ കെയർ ഓഫ് ജീവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പ്രൈസലോ സ്തോത്രം. ആരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പലരും തകിടും ചരടും സാമ്പ്രാണിയും മെഴുകുതിരി കറുത്ത കോഴി കറുത്ത പൂച്ചയൊക്കെ വേണ്ടി ജീവിക്കുമ്പോൾ ഇതിനകത്ത് യേശു പറഞ്ഞു, വേഗം പടകക്കരയ്ക്ക് വിട്. ഇനി അവനെ വിറ്റ് കാശാക്കുന്ന പരിപാടി ഇന്ന് നിർത്താൻ പോകുകയാ. ചില മുതലാളിമാരുടെ പണി തീരാൻ പോകുകയാ, ചില തൊഴിലാളിയുടെ ബിസിനസ് തീരാൻ പോകുകയാ. ഇതിനകത്ത് വിടുതൽ ഒരുത്തന്റെ വീട്ടിൽ ലഭിച്ചാൽ നിന്നെ വിറ്റ് കാശാക്കി നീയും നിന്റെ തലമുറയും അനുഭവിക്കുന്ന നന്മ അനുഭവിച്ച് പലരും കുടുംബം പുലർത്തുന്നെങ്കിൽ ഇതിനകത്ത് യേശു പറയുകയാണ്, ചെന്നഴിക്കടാ. ഓ ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ നാളുകളായി വിടുതലില്ലാതെ കൃപയിലേക്ക് വരാൻ വിളിച്ചിട്ടും വരാതെ മറ്റുള്ളവന്റെ ഉപദേശം കേട്ട് ആഭിചാരങ്ങളുടെ മന്ത്രവാദങ്ങളുടെ നേർച്ച കാഴ്ചയുടെ പുറകെ പോയി ഇന്ന് വരെ വിടുതലില്ലാതെ സ്നേഹിത നിന്നോടാ ദൈവാത്മ ഇടപെടുന്നത്. ഇന്നത് ദൈവകൃപ. അഴിക്കാൻ കരുത്തുള്ളവൻ, വിടുവിപ്പാൻ കരുത്തുള്ളവൻ, സൗഖ്യമാക്കാൻ കരുത്തുള്ളവൻ ഈ ശബ്ദമതിക്കാൻ തിളങ്ങി വന്നിട്ടുണ്ട്. Hallelujah. Praise the Lord. അകത്ത് വെപ്രാളം പിടിച്ച് ബ്ലഡിന് പോകുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഒരുത്തം വെപ്രാളം പിടിച്ച് ഓടാണെന്ന് ചോദിക്കും നേഴ്സിനോടും ഡോക്ടറോടും, എടുത്തോ പൈസ എടുത്തോ, ഓപ്പറേഷൻ കഴിഞ്ഞോ. അപ്പൊ ഇവന്റെ ബഹളം കേട്ടോണ്ട് നേഴ്സ് വിളിച്ചു, താനാരെ, കൊച്ചിന്റെ ആരോ, ഉപ്പാപ്പനാണോ, കാരണനാണോ, ആരാ? ഞാൻ ആരുമല്ല. പിന്നെ ഇത്രയും വെപ്രാളം എന്തുവാ? അത് എന്റെ പൈസയാ വിഴുങ്ങിയിരിക്കുന്നത്. ഹലോ, എന്റെ കൂടെ പിറപ്പെ ചുമ്മാ പരവേശം കാണിക്കുന്നത് നിന്റെ വിടുതലൊന്നും അവർക്ക് വിഷയം. അവന്റെ പൈസ പോകുന്നതിന് നഷ്ടം കൊണ്ടാ. ഇതിനകത്ത് നീ ഉറക്കപ്പറ, പന്നിയൊക്കെ ചാകട്ടെ, ഭൂതഗ്രസ്തം പിടിപ്പിക്കപ്പെടട്ടെ, യേശു ദേശത്ത് വരട്ടെ. യേശു ദേശത്ത് വന്നാൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ വർഷങ്ങളായി കിടക്കുന്ന വേദനിപ്പിക്കുന്ന തകർന്ന മണ്ഡലങ്ങളെ എന്റെ യേശു അഴിച്ചുവിടാൻ പോകുകയാ. വിശ്വാസങ്ങൾ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ ഉറക്കെ പറ, ഈ പന്നികളൊക്കെ ചാകട്ടെ രാത്രി. പക്ഷെ ഒരു ഭൂതഗ്രസിനത് വിടുവിക്കപ്പെടട്ടെ. നഷ്ടം 80 പേർക്കുണ്ടായാലും കുഴപ്പമില്ല. ഒരു ഭൂതഗ്രസിനത് വിടുവിക്കപ്പെട്ടാൽ ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ശ്രദ്ധിക്കണേ. ഇവൻ വന്ന് പറഞ്ഞ്, കർത്താവേ ഞാനും കൂടെ പടകെ കയറാം. ഒരു കാലത്ത് പടകെ വെച്ച് കർത്താവൻ തിരിച്ച് പടകെടുത്ത് കാലെടുത്ത് വെച്ചേ. സ്തോത്രം. ഭൂതങ്ങളുടെ അപേക്ഷ കർത്താവ് കേട്ടു. പന്നി കൊടുത്തി കയറിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. പന്നി മുതലാളിമാർ അപേക്ഷ കേട്ടു, തിരിച്ചു പോകാൻ പടകെ കയറി. പഴയ സൗഖ്യമായവന്റെ അപേക്ഷ കേട്ടില്ല. സ്തോത്രം. അവൻ ക്ഷണത്തിൽ വസ്ത്രം ധരിച്ച് കർത്താവിന്റെ കൂടെ വന്ന് പടകെ കയറുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ വരണ്ട. അവൻ വസ്ത്രം ധരിച്ചെന്ന് എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ. കർത്താവ് ഒരുത്തനെ വിടുവിച്ചാൽ പിന്നെ പാസ്റ്റർ സ്റ്റേജിൽ വന്ന് തലയെ തുണിയിട്ടുകൊണ്ടിരിക്കണേ.